നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശിവേട്ടന്റെ പേരിലോ? അതെ പത്മിനി. ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ എന്നോട് മറച്ചു വെച്ചല്ലേ? അതേക്കുറിച്ച് ഒരു വാക്ക് എന്നോട് പറയാൻ ശിവേട്ടൻ ഇതുവരെ തോന്നിയില്ല. അതൊന്നും അല്ല. നീ മിണ്ടായിരിക്കടി. ഇതേ ഞാനും എന്റെ ഭർത്താവും തമ്മിലുള്ള വിഷയം. ഇനി എന്തൊക്കെയുണ്ട് എന്നോട് മറച്ചു വെച്ച കാര്യങ്ങള്? എന്താ നിങ്ങൾ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? അറിയണോ എനിക്ക്? ഈ നിമിഷം അറിയണം. അല്പ ക്ഷമയോടെയും അടക്കത്തോടെയും കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പത്മാവതി ഉണ്ടായിരുന്ന കാലത്ത് അവള് വാങ്ങിയ ഭൂമിയാ. ആതിരയുടെ കല്യാണത്തിന് മാത്രമേ അത് ഉപയോഗിക്കൂന്ന് അവൾ അന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും ചെയ്തതാ. വാസ്തവത്തിൽ ഞാൻ ആ കാര്യം മറന്നേ പോയിരുന്നു. ഇപ്പൊ ഈ ബാങ്കിന്റെ കാര്യം വന്നപ്പോഴാ അത് ഓർമ്മ വന്നത്. വേണ്ട, വലിയ വർത്താനം ഒന്നും പറയണ്ട. എനിക്കൊക്കെ മനസ്സിലാവും. ഞാനേ മണ്ടിയൊന്നുമല്ല. ഇത്രയും കാലം നിങ്ങളെ വിശ്വസിച്ച് നടന്ന എന്നെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഇല്ലതായല്ലോ. എന്റെ തലവിധി. അങ്ങ് ചത്താ മതി എനിക്ക്. ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മേ? ഈ അച്ഛനെ കുറിച്ച് അമ്മയ്ക്ക് അറിയില്ലേ? നമ്മൾ 4 പേര് മാത്രം അച്ഛന്റെ ലോകം. ആ സ്ഥലത്തിനെ കുറിച്ച് ഇപ്പഴാ ഓർമ്മ വന്നെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അതൊന്ന് വിശ്വസിച്ചൂടെ? ഓരോന്ന് പറഞ്ഞ് എന്നെ കളിപ്പിക്കാനൊന്നും നോക്കണ്ട. കളിപ്പിക്കല്ലമ്മേ. ഒരു കണക്കിന് അച്ഛൻ ആ സ്ഥലത്തെ കുറിച്ച് മറന്നത് നന്നായി. അതിനാൽ തന്നെ അത് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അത് വിറ്റു പോവുമായിരുന്നു. ഇപ്പൊ ഭൂമി വിലയൊക്കെ ആകെ കൂടി. അതിന്റെ വില ലക്ഷക്കണക്കിന് രൂപയാമേ. ഇപ്പൊ എന്താ അച്ഛനും മകളും കൂടെ ആ സ്ഥലം വിൽക്കാൻ തീരുമാനിച്ചു അല്ലേ? അല്ല പത്മിനി, അത് വിൽക്കില്ല. ആതിരയുടെ കല്യാണ ചെലവിന് ആ സ്ഥലം വെച്ചിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം അത് ബാങ്കിൽ ഈട് വെച്ച് ലോൺ എടുക്കും, അത്ര തന്നെ. ലോൺ അടച്ചു തീരുമ്പോ സ്ഥലം വീണ്ടും നമ്മുടെ കയ്യിലുണ്ടാവും.